ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനൊരു ഹെൽത്തി സ്നാക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് ഇത്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. ഇത് ഞാൻ 2 രീതിയിൽ ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ഹെൽത്തി സ്നാക്ക് ഉണ്ടാക്കാമെന്ന് നമുക്ക് കണ്ടു നോക്കാം. നമുക്ക് ഈ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടി ശർക്കര പാനി ഉണ്ടാക്കിയെടുക്കണം. ഇവിടെ ഞാൻ 200 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ 1 കപ്പ് വെള്ളത്തിലാണ് പാനി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ പാനി ഉണ്ടാക്കി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ശർക്കര നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. നോക്കൂ, ഇത്ര മതി. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ വഴറ്റി ചേർക്കുന്നുണ്ട്. അതിനുവേണ്ടി ഞാൻ 2 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ചുവന്നുള്ളി അരിഞ്ഞതും എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലൊരു 5-6 ചുവന്നുള്ളി ഉണ്ടായിരിക്കും. പിന്നെ വേണ്ടത് ഒരു പഴമാണ്, ചെറുപഴമോ ഏത് തരം പഴം വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. നാടൻ പഴമോ ചെറുപഴമോ ഉപയോഗിക്കാം. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ നല്ല ജീരകമാണ്. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നല്ല ജീരകം ചേർക്കുന്നത്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ കറുത്തള്ളും എടുത്തു വെച്ചിട്ടുണ്ട്. പാനൊന്ന് ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. തേങ്ങാക്കൊത്തിൻ്റെ നിറം മാറി തുടങ്ങുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 5-6 ചുവന്നുള്ളിയാണ് എടുത്തിട്ടുള്ളത്. തേങ്ങയുടെ അളവും ചുവന്നുള്ളിയുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടും കുറയ്ക്കും ചെയ്യാം. ചുവന്നുള്ളി ഒന്ന് വാടി വരുന്നത് വരെ വഴറ്റിയെടുക്കുക. ചുവന്നുള്ളി ഒന്ന് വാടി വന്നു കഴിഞ്ഞാൽ ഞാനിവിടെ ഒരു ചെറുപഴമാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറുപഴത്തിന് പകരം നിങ്ങൾക്ക് നാടൻ പഴവും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പഴവും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. പഴം നന്നായി വഴന്നു വന്നു കഴിഞ്ഞാൽ ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാഷ്യൂ നട്ട് നുറുക്കിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. കാഷ്യൂ നട്ടിന് പകരം നിങ്ങൾക്ക് നാടൻ കപ്പലണ്ടിയും ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി കാഷ്യൂ നട്ടോ കപ്പലണ്ടിയോ ഇല്ലെങ്കിൽ അത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. നല്ലതുപോലെ വാടി വന്നതിന് ശേഷം 1 ടീസ്പൂൺ നല്ല ജീരകമാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ജീരകം ചേർത്തിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കുക. അതിനുശേഷം 1 ടീസ്പൂണ് കറുത്ത എള്ളും കൂടിയും ചേർത്ത് വഴറ്റിയെടുക്കുന്നുണ്ട്. ജീരകവും കറുത്ത എള്ളും ഒരുപാട് ടൈം ഇട്ടിട്ട് വഴറ്റേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. നമ്മൾ ചേർത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇത് മതി. ഇനി ഇത് നമുക്ക് തണുക്കാൻ മാറ്റി വയ്ക്കാം. ഇനി അപ്പം തയ്യാറാക്കുന്നതിന് വേണ്ടി നമുക്കൊരു ബാറ്റർ തയ്യാറാക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 1/2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. നമ്മൾ പത്തിരിപ്പൊടിയായിട്ട് വാങ്ങുന്ന അരിപ്പൊടി. ഇനി അതിലേക്ക് ഞാൻ 1/2 കപ്പ് ഗോതമ്പ് പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് ഗോതമ്പ് പൊടിയിൽ മാത്രം ഉപയോഗിക്കാം, അല്ലെങ്കിൽ അരിപ്പൊടി മാത്രം വെച്ചും ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ റവയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലേവറിന് വേണ്ടി 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുക. ഞാനിത് അരിച്ചിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഞാനിവിടെ 1 കപ്പ് വെള്ളത്തിലാണ് ശർക്കര പാനി ഉണ്ടാക്കിയെടുക്കുന്നത്. അത് മുഴുവൻ ഞാൻ ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ കട്ടയില്ലാതെ കലക്കിയെടുക്കുക. ഇപ്പോൾ നമ്മുടെ മാവ് നല്ലതുപോലെ കട്ടയില്ലാതെ ഞാൻ കലക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു പരുവത്തിലാണ് കിട്ടിയിട്ടുള്ളത്. കറക്റ്റ് കൺസിസ്റ്റൻസി തന്നെയാണ്. പക്ഷേ നമ്മളിതിൽ റവ ചേർത്ത കാരണം കുറച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് കട്ടിയാവും. അതുകൊണ്ട് ഞാൻ ഇതിലേക്കൊരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറേശ്ശെയായിട്ട് ചേർത്ത് ഒന്ന് നന്നായിട്ട് കലക്കിയെടുക്കുക. പിന്നെ ഞാൻ വഴറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങാക്കൊത്തും ഉള്ളിയും ജീരകവും ഒക്കെ ഇട്ടിട്ടുള്ള മിക്സ് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഫുള്ളായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല. ഇതിൻ്റെ കുറച്ച് ഭാഗം ഞാൻ ഗാർണിഷിന് വേണ്ടി മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം നമ്മുടെ സ്നാക്കിന് വേണ്ടിയുള്ള മാവ് കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പോൾ തന്നെ ഇത് ചുട്ടെടുക്കാം. ഞാനിതൊരു വെള്ളയപ്പത്തിൻ്റെ അപ്പച്ചട്ടിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനുവേണ്ടി ഞാനൊരു 1/2 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ 1 തവി മാവ് ഒഴിച്ച്
ചെറുതീയിൽ 2 മിനിറ്റ് അടച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം, ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് വേവിച്ചെടുക്കേണ്ടത്. ഇപ്പം നമ്മുടെ അപ്പം റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിത് എടുത്തു മാറ്റാം. കണ്ടോ, അടിപൊളി അപ്പമാണ്. കാണുമ്പോൾ തന്നെ അറിയാം ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെയാണ്. എന്തായാലും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാ അപ്പവും ഉണ്ടാക്കിയെടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് അപ്പം ഉണ്ടാക്കിയെടുക്കുന്നത്. വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് നെയ്യ് ഉപയോഗിച്ചിട്ടും അപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ അപ്പത്തിൻ്റെ മുകളിലേക്ക് ഗാർണിഷിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ചെറുതീയിൽ ഒരു 2 മിനിറ്റ് അടച്ച് വേവിക്കുകയാണ്. അപ്പം ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണയൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒട്ടും എണ്ണയൊന്നും വേണ്ട എങ്കിൽ നിങ്ങൾക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന ചട്ടിയിൽ കുറച്ച് എണ്ണ തടവിയിട്ട് ഈ മാവ് തന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഞാനിത് മറ്റൊരു തരത്തിൽ ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. ഒട്ടും എണ്ണയൊന്നും അധികം ചേർക്കാതെ ഉണ്ടാക്കിയെടുക്കാനാണെങ്കിൽ ഇതുപോലെ ഇഡ്ഡലി തട്ടിലേക്ക് നിങ്ങൾക്ക് ഒഴിച്ചിട്ടും ഈ അപ്പം ഉണ്ടാക്കിയെടുക്കാം. സെയിം ബാറ്റർ തന്നെ, ബാറ്ററിലൊന്നും ഒരു വ്യത്യാസവും വരുത്തിയിട്ടില്ല. അതിൻ്റെ മുകളിലേക്ക് ഗാർണിഷ് ചെയ്യുന്ന ഐറ്റവും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഇഡ്ഡലി തട്ടിൽ വെച്ച് ഒരു 5 തൊട്ട് 8 മിനിറ്റ് വരെ നിങ്ങൾ വേവിച്ചെടുത്താൽ മതി. ഇത് പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും. അപ്പോൾ അതായി വരട്ടെ. ഇത് നമ്മൾ വെള്ളയപ്പച്ചട്ടിയിൽ ഉണ്ടാക്കിയിട്ടുള്ള അപ്പമാണ്. നോക്കൂ, കറക്റ്റായിട്ട് തന്നെ നമുക്ക് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ പുറം വശമൊക്കെ നന്നായിട്ട് തന്നെ ആയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നിങ്ങളിത് തയ്യാറാക്കാൻ. പിന്നെ ഇതിലേക്ക് തേങ്ങാക്കൊത്തും ചെറുള്ളിയൊക്കെ വഴറ്റി ചേർത്തത് കൊണ്ട് നിങ്ങൾക്കൊരു കൽത്തപ്പത്തിൻ്റെ ടേസ്റ്റൊക്കെ ഈ അപ്പം കഴിക്കുമ്പോൾ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ നമ്മുടെ സ്റ്റീം ചെയ്തിരിക്കുന്ന അപ്പവും റെഡി ആയിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് എടുത്തു മാറ്റാം. ഇത് തണുത്തതിന് ശേഷം ഡീമോൾഡ് ചെയ്തെടുക്കാം. കണ്ടോ, അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കാൻ താല്പര്യമുള്ളവർക്ക് ഇങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇലയിലെ കുമ്പിളപ്പം പോലെയും ഉണ്ടാക്കിയെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഹെൽത്തി സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഇന്നത്തെ ഈ ഹെൽത്തി സ്നാക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും ഇതുപോലെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പീസുമായിട്ട് ഞാൻ ഉടനെ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.